അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്ത് അസോസിയേഷൻ്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് പ്രിയപ്പെട്ട സലീമിക്ക, നമ്മുടെ ഈ യോഗത്തിൽ ദുആ ചെയ്ത പ്രിയപ്പെട്ട ബഹുമാനായ ഉസ്താദ് ES ഹസൻ ഫൈസി അവർകൾ, ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട നമ്മുടെ MP ശ്രീ KC വേണുഗോപാൽ അവർകൾ, മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ സന്നിഹിതനായിട്ടുള്ള ശ്രീ N അലി അബ്ദുള്ള അവർകൾ, ശ്രീ AM നസീർ, ഇബ്രാഹിം കുട്ടി വിളക്കേഴം, CRP അബ്ദുൽ ഖാദർ, മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ മഹലുകളുടെ ഭാരവാഹികൾ, സ്വാഗതം പറഞ്ഞ താഹ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളെ, രക്ഷകർത്താക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് ദീർഘമായി സംസാരിക്കേണ്ടതായിട്ടില്ല. പ്രിയപ്പെട്ട MP ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും. അതുവരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ. വഖഫ് ഭേദഗതി നിയമം ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു സന്ദർഭത്തിലാണ് രാജ്യവ്യാപകമായി ഇതുപോലെയുള്ള നിരവധി കൂട്ടായ്മകൾ ഉയർന്നു വരുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തേത് മാത്രമല്ല, കുറച്ചു കാലമായി ഇന്ത്യൻ പാർലമെൻറ്റ് നിയമനിർമ്മാണ വേദിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ നിയമനിർമ്മാണ വേദിയെ ഭരണഘടനാ വിരുദ്ധമായി പ്രയോഗിക്കുന്നു എന്ന ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യം രാജ്യത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ പാർലമെൻ്റ് ആണെങ്കിലും സംസ്ഥാന നിയമസഭകളാണെങ്കിലും നിയമം നിർമ്മിക്കാൻ ചുമതലപ്പെട്ട പാർലമെൻ്ററി വേദികളാണ്. പുതിയ നിയമം നിർമ്മിക്കാനും നിലവിലുള്ളത് ഭേദഗതി ചെയ്യാനും കാലോചിതമാക്കാനൊക്കെ കഴിയുന്ന അധികാരമാണ് നിയമനിർമ്മാണ സഭകൾക്കുള്ളത്. പക്ഷേ ആ നിയമം നിർമ്മിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം അത് ഭരണഘടനാപരമായിരിക്കണം എന്നുള്ളതാണ്. അത് നിയമനിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ അധികാരമുള്ള പാർലമെൻറ്റിനും നിയമസഭയ്ക്കും ഒക്കെ ബാധകമാണ്. മറ്റൊന്ന്, ആ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന കോടതികളെ, സുപ്രീം കോടതി വിധിയാവട്ടെ, അല്ലെങ്കിൽ ഹൈക്കോടതികളാവട്ടെ, താഴെ കോടതികളാവട്ടെ, ഏത് കോടതികളാണെങ്കിലും നിയമങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കുന്ന ഇടങ്ങളാണ്. ആ നിയമങ്ങളെ വ്യാഖ്യാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒരു കോടതിക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ വിധി പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്ത കാലത്ത് അപൂർവമായ ചില വിധികളൊക്കെ ഒരുപക്ഷെ അതിന് വിരുദ്ധമായി കണ്ടേക്കാം. അത് ജഡ്ജികളുടെ ചില സ്വഭാവ സവിശേഷതകളെയൊക്കെ കൂടി ചേർത്തിട്ടാണ്. ആ സ്വഭാവം തന്നെ കൈവന്നത് ഇന്നത്തെ ഇന്ത്യയുടെ പാർലമെൻ്ററി രംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്ന ഒരു അപചിതിയുടെ ഭാഗമായി സംഭവിച്ച കാര്യമാണ്. അതിലൂടെ മുഖ്യ പ്രഭാഷണങ്ങളൊക്കെ വേദിയിലുണ്ട്, സ്വാഭാവികമായിട്ട് കൂടുതൽ കാര്യം പറയും. ഞാൻ പറയുന്നത്, ഇന്ത്യ എന്ന രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും തുല്യമായി നീതി പ്രദാനം ചെയ്യപ്പെടുന്ന ഭരണഘടനയാണ് നമ്മളെല്ലാം അംഗീകരിക്കപ്പെട്ട് ജീവിക്കുന്ന ഭരണഘടന. ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും, ഏത് ചിന്ത പുലർത്തുന്ന മനുഷ്യർക്കും, ഏത് മതവിശ്വാസിക്കും, ഏത് ജാതിയുടെ ഭാഗമായ മനുഷ്യർക്കും, ഏത് രാഷ്ട്രീയ വിശ്വാസിക്കും, ഏത് ആശയത്തെ സ്വീകരിക്കുന്ന മനുഷ്യർക്കും തുല്യമായ നീതി പ്രദാനം ചെയ്യപ്പെടുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഈക്വാലിറ്റിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്നുള്ളത്. സമത്വമാണ്. മൗലിക അവകാശങ്ങളാകെ നമ്മൾ നോക്കിയാൽ അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്. എല്ലാം ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടില്ല. ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടന ഈ നാടിന്, ജനതയ്ക്ക്, സമൂഹത്തിന്, മതങ്ങൾക്ക്, വ്യക്തികൾക്ക് മാത്രമല്ല മതങ്ങൾക്കും പ്രദാനം ചെയ്യപ്പെടുന്നത് മതസ്വാതന്ത്ര്യമാണ്. ആ മതസ്വാതന്ത്ര്യം പ്രദാനം ചെയ്യപ്പെടുന്നത് ഈ രാജ്യമാകെ അംഗീകരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറിയപ്പോൾ സത്യം ചെയ്ത ഇന്ത്യൻ ഭരണഘടനയാണ്. വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും RSS ആണെങ്കിലും ആ RSS ആയ കേന്ദ്രമന്ത്രിയും അധികാരമേറുമ്പോൾ സത്യം ചെയ്തത് ഈ ഭരണഘടനയെ മുൻനിർത്തിയിട്ടാണ്.
MLA മാർ, MP മാർ, അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ പഞ്ചായത്ത് അംഗം എല്ലാവരും സത്യം ചെയ്ത് അധികാരം ഏൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ്. ആ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് കൃത്യമായി പ്രദാനം ചെയ്യപ്പെടുന്ന ഒന്നാണ് മതസ്വാതന്ത്ര്യം എന്നുള്ളത്. ഒരു മുസൽമാനെ സംബന്ധിച്ച് വഖഫ് ചെയ്യുക എന്നുള്ളത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആ മതസ്വാതന്ത്ര്യം ഒരു മതവിഭാഗത്തിന് മാത്രം പ്രദാനം ചെയ്യപ്പെടുന്നതല്ല. ഇന്ത്യയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്നവർക്കും, ഹിന്ദുവിന്, ക്രൈസ്തവന്, മുസൽമാന്, ജൈനന്, പാഴ്സിക്ക്, ഏതെല്ലാം മതവിഭാഗമുണ്ടോ അവർക്കെല്ലാം കൃത്യമായി പ്രദാനം ചെയ്യപ്പെടുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഏതെങ്കിലും ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും 10 മന്ത്രിമാരുടെ ഒരു ഔദാര്യത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല. അവരെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയിലെ ഓരോ സാധാരണ പൗരന്മാർക്കും എല്ലാ മതവിഭാഗത്തിനും ഈ മതസ്വാതന്ത്ര്യം പ്രദാനം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്ത ഭേദഗതി എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതിയാണ്. ഇപ്പോൾ കൊണ്ടുവന്ന നിയമം മാത്രമല്ല, പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ പലതും നോക്കിയാൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, കാവൽ നിൽക്കാൻ നമ്മൾ ഏൽപ്പിക്കുന്നത് ആരെ? ഒന്നാമത്തെ ബാധ്യത ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെടേണ്ടവർ ഇന്ത്യയെ ഭരിക്കുന്നവരാണ്. ഇന്ത്യയെ ഭരിക്കുന്നവരാണ്. നിർഭാഗ്യവശാൽ, അതുകൊണ്ടാണ് നേരത്തെ ആ വാക്ക് ഞാൻ പറഞ്ഞു, നിർഭാഗ്യവശാൽ ഇന്ത്യയെ ഭരിക്കുന്നത് ആ ഭരണഘടനയെ സൂക്ഷിക്കാൻ, അത് പാലിക്കാൻ ബാധ്യത പ്രകടിപ്പിക്കപ്പെടുന്നവരല്ല എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായ നിലയിലേക്കുള്ള രീതി അവലംബിക്കപ്പെടുന്നു കാണാം. അത്തരമൊരു പ്രത്യേകമായ സാഹചര്യം രൂപപ്പെട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കോടതിയുടെ ഭാഗമായി പ്രശ്നം വന്നു. കോടതി, സുപ്രീം കോടതി, പരമോന്നത കോടതിയായ സുപ്രീം കോടതി ചില ഭാഗങ്ങൾ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി ചില നിലപാടിപ്പോൾ താൽക്കാലികമായി സ്വീകരിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ഭരണഘടന അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് മാത്രമേ സുപ്രീം കോടതിക്കാണെങ്കിലും ഹൈക്കോടതിക്കാണെങ്കിലും ഈ നിയമത്തിന്റെ ഭാഗമായി ചിലതിനെല്ലാം ഇങ്ങനെ വകതിരിച്ചെടുക്കാൻ പറ്റൂ. ഒരു കാര്യം മാത്രമല്ല, പലതും നോക്കിയാൽ കാണാൻ പറ്റും. അത് കോടതി അങ്ങനെ ഇപ്പോൾ പരിഗണിക്കപ്പെടുകയും ഈ നിയമത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കപ്പെട്ട പലതിനെയും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കലക്ടർമാർ ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വഖഫായി ഭൂമിയോ വഖഫായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയോ അങ്ങനെയല്ല. പ്രിയപ്പെട്ട MP എത്തിച്ചേർന്നിട്ടുണ്ട്, ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കും. ആ ഭൂമിക്ക് മേലെ സർക്കാരുമായി ഒരു തർക്കം വന്നാൽ ഇത് ഇന്ന ഭൂമിയാണ്, വഖഫ് ചെയ്ത ഭൂമിയാണ് എന്ന് തെളിയിക്കാൻ പാകമായ രേഖയില്ലാത്ത ഭൂമി വഖഫിന്റെ ഭാഗമായിട്ടുണ്ട്. വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെടുന്ന ഭൂമി ധാരാളമുണ്ട്. എവിടെ അതിന് രേഖ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കൊടുക്കാൻ കാണൂല, അത് ഡിസ്പ്യൂട്ടായി നിൽക്കും. ഇപ്പൊ UP-യിൽ നിയമം പാസ്സാക്കി മണിക്കൂറുകൾ വെച്ച് ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഇറങ്ങിയ ഒരു സന്ദർഭം ഉണ്ടായല്ലോ. ഇത് തുടർച്ചയായിട്ട് അത്തരം ഭൂമികളിലേക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്മേൽ ആര് തീരുമാനമെടുക്കും എന്ന പ്രശ്നം വന്നു. ഈ നിയമത്തിന്റെ ഭാഗമായി മാറ്റം വരുത്തിയൊരു കാര്യമാണ്. അതിൽ കലക്ടർമാർ തീരുമാനിക്കുന്നതാണ്. ഗവൺമെന്റും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വന്നാൽ, അത് ഏത് ഭൂമിയും തർക്കം വന്നാൽ ജില്ലാ കലക്ടർമാർ ആരുടെ കൂടെ നിൽക്കും? ഏത് നിലപാട് സ്വീകരിക്കും? അവർ ഗവൺമെന്റ് ഭാഗമല്ലേ. ഏത് ഗവൺമെന്റ് ആവട്ടെ, ആ ഗവൺമെന്റ് പാർട്ടാണ്. ആ ഗവൺമെന്റ് ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ നിലപാട് സ്വീകരിക്കൂ. ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഈ നിയമത്തിന്റെ ഈ ക്ലോസ് നോക്കിയാൽ എവിടെയാണ് ഒരു മതവിഭാഗത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ എവിടെയാണ് ഇത്തരം കാര്യം വരിക? ഞാനെല്ലാം കൂടി പറഞ്ഞു പോകുന്നില്ല. സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ ഘടനയിൽ മാറ്റം വരുത്തി, അതിന്റെ അംഗബലത്തിൽ വ്യത്യാസപ്പെടുത്തി, സംസ്ഥാന വഖഫ് ബോർഡിന്റെ അംഗബലത്തിൽ വ്യത്യാസപ്പെടുത്തി. സിഇഒമാർ ഈ മതവിഭാഗത്തിൽപ്പെടുന്നവരാകണം നിർബന്ധം ഇല്ലാതാക്കി. ടോട്ടലായിട്ട് എടുക്കുമ്പോൾ ആകെയുള്ള എണ്ണത്തിന്റെ ഭൂരിപക്ഷം വരുന്നവർ ഈ മതവിഭാഗത്തിൽപ്പെട്ടവരല്ലാതായി മാറുന്ന ഭേദഗതിയാണ് വളരെ കാര്യമായി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യം. പല കാറ്റഗറിയുടെ ഭാഗമായി
വഖഫ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് വരുന്നവർ, സ്റ്റേറ്റിലെ വഖഫ് ബോർഡിൻ്റെ ഭാഗമായി എത്തിപ്പെടുന്നവർ, അവരെല്ലാം ഇങ്ങനെ നോക്കിയാൽ എണ്ണത്തിൽ നോക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എണ്ണം കുറയും. ആ കമ്മിറ്റിക്കകത്തെ മെജോറിറ്റിയും മറ്റു മതവിഭാഗങ്ങൾക്ക് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഘടന നോക്കിയാൽ വേണമെങ്കിൽ അങ്ങനെ ആവാം എന്നാണ് ആ സ്ഥിതിയാണ്. ഞാൻ അതിൻ്റെ ഭേദഗതിയിൽ ഓരോ ഭാഗവും ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എത്തിച്ചേർന്ന് എന്നുള്ളത് ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് വഖഫ് കൗൺസിലിലെ 21 പേർ, അതിന് കമ്പൽസറി ആയിട്ട് മുസ്ലിം ഉണ്ടാവേണ്ടത് 8 പേരെ വരുന്നുള്ളൂ. ബാക്കി 13 പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അല്ലാത്തവരാണോ നിർബന്ധമില്ല. പക്ഷെ കമ്പൽസറി ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ മാതിരിയുണ്ട്. സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെയും ഈ പറഞ്ഞ പോലെ 11 അംഗമായി ചുരുക്കി 4 പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കമ്പൽസറി ആയിട്ട് മതി. അങ്ങനെ വരുള്ളൂ. ആ ഘടന വെച്ചിട്ട് വേണമെങ്കിലാകാം, പക്ഷെ മെജോറിറ്റി വരില്ല. തർക്കങ്ങൾ വന്നാൽ നിലവിൽ വഖഫിന് ട്രൈബ്യൂണലാണ് പോവുക. ട്രൈബ്യൂണൽ അന്തിമ വിധിയായിരിക്കും. പക്ഷെ ട്രൈബ്യൂണൽ കടന്നിപ്പോ അതിന് അപ്പീൽ പോകാനുള്ള സ്പേസ് ഉണ്ടാക്കുക. ഇങ്ങനെയെല്ലാം ഒരു നിലവിൽ നിൽക്കുന്ന ഒരു നിയമം. ഇതില് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മേലെ എന്ത് അനിവാര്യത ഈ പ്രശ്നം. പാവപ്പെട്ടവന് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ ജീവിത പ്രാരാബ്ദങ്ങളോ പ്രയാസങ്ങളോ പരിഹരിക്കാൻ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നതാണോ? മോഡി സർക്കാർ കൊണ്ടുവന്ന സമീപകാലത്ത് കൊണ്ട് നിയമം എല്ലാം നമ്മൾ നോക്കിക്കോ. ഈ നാട്ടിൽ ജീവിക്കുന്ന ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഒരു നിയമം ആണോ? മനുഷ്യർക്കിടയിൽ വിഭജനം ഉണ്ടാക്കാൻ, വിദ്വേഷം ഉണ്ടാക്കാൻ, അന്യമത വിദ്വേഷം പരത്താൻ, അതിന്റെ ഭാഗമായി മനുഷ്യർക്കിടയിൽ അകലമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ പാകമാകുകയും അത്തരം വിഭജനത്തിൻ്റെതായ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി നേട്ടം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇതെല്ലാം കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെയെല്ലാം ഒരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ വികസനമായ സംസ്കാരത്തിന് വിരുദ്ധമായി നിയമം കൊണ്ടുവരുമ്പോൾ, അത്തരം നീക്കങ്ങൾ രാജ്യഭരണാധികാരിയുടെ ഭാഗത്ത് വരുമ്പോൾ അതിലേക്ക് ഒറ്റക്കെട്ടായി ചെറുത്തോൽപ്പിക്കാൻ കഴിയുന്ന വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പൊതുവെ നമ്മൾ വന്നിട്ടുണ്ട്. ചില സമയത്തെല്ലാം താൽക്കാലിക തർക്കമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഇന്ത്യയുടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ ആ വ്യത്യാസം കേരളത്തിന് പ്രത്യേകമായ സാഹചര്യമുണ്ട്. പക്ഷെ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത്തരം രീതിക്ക് വിരുദ്ധമായ അന്തരീക്ഷം ഉയർന്നു വരുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി തോൽപ്പിക്കാൻ കഴിയുന്ന അതിവിശാലമായ മാനസികാവസ്ഥയും അതിന്റെ ഭാഗമായ ഒരു ആശയത്തിന്റെ ഒരു സമന്വയവും സഖ്യമൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക ആ കൂട്ടായ്മ എന്നുള്ള കാര്യം ഇത്തരം സന്ദർഭങ്ങളിൽ അനിവാര്യമായ കാര്യമാണ് എന്ന് മാത്രം ഈ സമയത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എംപിക്ക് വഴിമാറി കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ അമ്പലപ്പുഴയിൽ പ്രിയപ്പെട്ട സമകാലി പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായി ഇവിടെ വിളിച്ചപ്പോൾ പോകുന്നു. ഞാൻ അധ്യക്ഷനാണ്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ കൂടി അനുവാദം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.